ങ്ങളുടെയും സുരക്ഷാ സേനയുടെ നീക്കങ്ങളുടെയും തത്സമയ കവറേജിൽ നിന്ന് വിട്ടുനിൽക്കണം. ഉത്തരവാദിത്ത ബോധത്തോടെ വേണം ഇത്തരം കാര്യങ്ങൾ ലൈവായി ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ എന്നതുൾപ്പെടെ മാധ്യമങ്ങൾക്ക് നിർദ്ദേശം വന്നിരിക്കുന്നു. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അപകടമുണ്ടാക്കും. എല്ലാ മാധ്യമങ്ങളും ജാഗ്രതയോടും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കണം എന്നത് പ്രതിരോധ മന്ത്രാലയം പറയുകയാണ്. ഇപ്പോൾ ബി ദിലീപ് കുമാർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ദിലീപ്, ഏറ്റവും ഒടുവിലായി പാക് പ്രതിരോധ മന്ത്രിയുടെ ഒരു അൽ ജസീറയുമായി നൽകിയ അഭിമുഖത്തിലെ കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. വീണ്ടും ഭീഷണി സ്വരത്തിൽ അവർ സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആക്രമണം വ്യാപിപ്പിക്കും എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് അവർ നടത്തിയ ആക്രമണ ശ്രമം. അതിനെ എങ്ങനെയാണ് ഇന്ത്യ ചെറുത്തത്? അതിന് തൊട്ട് മുൻപ് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പാകിസ്ഥാൻ പാർലമെന്റ് ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു. അവിടെ നടക്കുന്ന ചില നാടകീയ രംഗങ്ങൾ, MP ഉൾപ്പെടെ പൊട്ടിക്കരയുന്നു, പാകിസ്ഥാനെ രക്ഷിക്കൂ എന്ന് കരയുന്ന കാഴ്ച, ഇതെല്ലാം കണ്ടു. എന്താണ് പാകിസ്ഥാനുള്ളിൽ നടക്കുന്നത്? ആഭ്യന്തരമായത് ഏത് തരത്തിലേക്കാണ് ഈ നീക്കങ്ങളെല്ലാം, പാകിസ്ഥാൻ നടത്തുന്ന ഈ നീക്കങ്ങൾ അവരെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ ഒരു ഭാഗത്ത് വലിയ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, ക്വെറ്റ പിടിച്ചെടുത്തു എന്ന് പറയുന്നു. അങ്ങനെ ആ തരത്തിലേക്ക് അവരുടെ മുതലെടുപ്പ് നടക്കുന്നുണ്ട്. കൂടാതെ ഇമ്രാൻഖാനെ വിട്ടയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ എന്താണ് അവിടുത്തെ ആഭ്യന്തരാവസ്ഥ, ദിലീപ്? അനുജ, പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര സംഘർഷവും ആഭ്യന്തര സമ്മർദ്ദവും നടക്കുകയാണ്. അവിടെ ഭരണാധികാരികൾക്ക്, ഭരണകൂടത്തിനൊക്കെ ആഭ്യന്തരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ്. ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ട് ഈ ആഭ്യന്തര സംഘർഷത്തിൽ നിന്നൊക്കെ തൽക്കാലം ശ്രദ്ധ തിരിക്കാം എന്ന ചിന്തയായിരുന്നു പാകിസ്ഥാൻ ഭരണകൂടത്തിനുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം ഇത്തരത്തിൽ ഈ പഹൽഗാമിലേക്ക് ഭീകരരെ നുഴഞ്ഞുകയറ്റി വിടുന്നു, അവർക്ക് വേണ്ട പരിശീലനം നൽകുന്നു. ഈ ഭീകരാക്രമണത്തിൽ നിരവധി 26 പേരുടെ ജീവൻ എടുക്കുന്നു. അങ്ങനെ അതിലൂടെയൊക്കെ ചർച്ച മറ്റൊരു തരത്തിലേക്ക് മാറ്റാം. പാകിസ്ഥാനിൽ ഈ വിഷയങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ സർക്കാർ നേരിടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഒന്ന്, അവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു, പണപ്പെരുപ്പം വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു വശത്ത്. മറുവശത്ത് ബലൂചിസ്ഥാൻ മേഖലയിൽ അവിടെയുള്ള ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭം ശക്തി ആർജിക്കുന്നു. സൈന്യം അധികാരത്തിൽ പിടിമുറുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പക്ഷേ പാകിസ്ഥാൻ്റെ ശ്രമം പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രദേശത്ത് അവർ പ്രക്ഷോഭം ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. നിരവധി പാക് സൈനികരെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇതുമാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഈ ആഭ്യന്തര വിഷയങ്ങൾ, അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് വലിയ വിമർശനം അവിടെ നേരിടേണ്ടി വരുന്നു എന്നതാണ്. പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ ഒരു MP പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ, അള്ളാഹുവിന് മാത്രമേ ഇനി തങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ലോകം കണ്ടതാണ്. ഇന്നും ദേശീയ അസംബ്ലിയിൽ വലിയ വിമർശനമാണ് ഷഹബാസ് ഷെരീഫിന് നേരെ ഉയർന്നു വരുന്നത്. പാകിസ്ഥാൻ്റെ സേനാ മേധാവി ജനറൽ അസിം മുനീർ എവിടെയെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അദ്ദേഹം പൊതുയിടങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല. അനാവശ്യമായി പാകിസ്ഥാനെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് ഈ അസിം മുനീറിൻ്റെ പിടിവാശിയും കടുത്ത ഇന്ത്യ വിരുദ്ധതയുമാണ് എന്ന നിലയിലുള്ള വിമർശനങ്ങളും അവിടെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര കുഴപ്പങ്ങളാണ്. അതിനിടെയാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ എക്കണോമിക് അഫയേഴ്സ് വിങ്ങിൻ്റേതായി ഒരു അഭ്യർത്ഥന, ഒരു യാചന ലോകരാഷ്ട്രങ്ങളോട്, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന വരുന്നു. ഇത് പിന്നീട് ഹാക്ക് ചെയ്തതാണ് എന്ന നിലയിൽ അവരുടെ മറിച്ചുള്ള ഒരു പ്രസ്താവന കൂടി വരുന്നു. അങ്ങനെ കൂടാതെ മറ്റൊരു കാര്യം കൂടി ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തുറമുഖം അത് ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നതായാണ്. തുറമുഖ അതോറിറ്റിയുടെ തന്നെ ഒരു വിശദീകരണമായി അല്പസമയം മുൻപ് നമ്മളൊക്കെ കണ്ടത് ഹാക്ക് ചെയ്തതാണെന്ന് അവർ പറയുകയാണ്. ഇതിലൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്, ദിലീപ്? അനുജ, കറാച്ചി തുറമുഖത്തിന് നേരെ ആക്രമണം നടന്നു എന്ന തരത്തിൽ അവരുടെ എക്സ് ഹാൻഡിലാണ് ഈ നിലയിലുള്ള ഒരു കുറിപ്പ് വന്നത്. അതേ തുടർന്നുള്ള ഒരു വാർത്തയും നമ്മൾ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ആ വാർത്ത പിൻവലിക്കുകയും ആ പേജ് തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് ഹാക്ക് ചെയ്തതാണെന്ന് പറയുന്നു. വാസ്തവം എന്താണെന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തിന് മാത്രമേ അറിയൂ. കാരണം പാകിസ്ഥാൻ സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക ഹാൻഡിൽ നിന്നാണ് ഈ യാചനയുടെ രൂപത്തിലുള്ള ഒരു അഭ്യർത്ഥന രാവിലെ വന്നത്. അതും ഹാക്ക് ചെയ്തതാണെന്നാണ് പിന്നീട് അവർ തന്നെ പറഞ്ഞത്. IMFൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് ചേരാനിരിക്കുകയാണ്. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനിടെയാണ് അത്തരത്തിലൊരു കുറിപ്പ്
പാകിസ്ഥാനിലെ ധനമന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതും വലിയ വിമർശനം ഉണ്ടായതിനെ തുടർന്ന് പിൻവലിച്ചതാണോ അതോ ഹാക്ക് ചെയ്തതാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. പാകിസ്ഥാനാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത്. പക്ഷേ പാകിസ്ഥാൻ ഇക്കാര്യത്തിലൊന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇനിയും അവരുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുമില്ല. അനുജ, അതാണ് പാകിസ്ഥാനിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ സാമ്പത്തികമായി വലിയ പ്രശ്നത്തിലാണ്. നേരത്തെ തന്നെ ആ രാജ്യം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിലാണ് എന്നതടക്കമൊക്കെയുള്ള അഭ്യർത്ഥനകളായി വരുന്നത്. എന്നാൽ അത് ഹാക്ക് ചെയ്തതാണെന്ന് ആ രാജ്യം പറയുകയാണ്. ഇതിൽ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്കറിയില്ല. ഇന്ന് IMFന്റെ യോഗം ചേരാനിരിക്കുകയാണ്. വാഷിംഗ്ടണിലാണ് ഈ യോഗം. സഹായം അനുവദിക്കരുത് എന്നത് ഇന്ത്യയുടെ അഭ്യർത്ഥനയാണ്. കൂടാതെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതും ഇന്ത്യ അഭ്യർത്ഥനയായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ തരത്തിലേക്കൊക്കെ തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി മാറും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ